കല്ലുവാതുക്കൽ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഏഷ്യയിലെ പ്രമുഖ നേത്രചികിത്സാ സ്ഥാപനമായ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുടെയും കൊല്ലം ജില്ലാ അന്ധത കാഴ്ചവൈകല്യ നിയന്ത്രണ പരിപാടിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 64ാമത് സൗജന്യ നേത്രചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 24 ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കല്ലുവാതുക്കൽ UP സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പരിശോധനയ്ക്കായി എത്തിയവരിൽ നിന്ന് സ്വമേധയാ മുന്നോട്ട് വന്ന സുകുമാരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. നമസ്കാരം. വിശിഷ്ടാതിഥികൾക്ക് സ്വാഗതം അറിയുന്നു. ഇന്ന് എൻ്റെ ഈ സമുദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ എന്നെ നിയുക്തനാവുകയും ഞാൻ അതിനായിട്ട് വരികയും ചെയ്യുകയാണ്. എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ സ്നേഹാദരവും സ്വാഗതവും അറിയുന്നു. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ റുവൽ സിംഗ് M അധ്യക്ഷത വഹിച്ചു. ഏതാണ്ട് 10,000-കണക്കിന് ഓപ്പറേഷനുകൾ നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മുടെ നേത്ര ചികിത്സാ ക്യാമ്പിലൂടെ കടന്നുപോയിരിക്കുന്നത്. ഒട്ടനവധി സാധാരണക്കാർക്കും അതിലൊരു സമ്പത്തുള്ളവർക്കും ഉൾപ്പെടെ ഇതിൻ്റെ പ്രയോജനം കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ഓണമായതുകൊണ്ട് ഈ മാസത്തെ ക്യാമ്പിൻ്റെ ആളിൻ്റെ എണ്ണം കുറച്ച് കുറവുണ്ട്. എങ്കിലും പരമാവധി ഓപ്പറേഷനുകൾ ഇന്ന് നടക്കുന്നതാണ്. വിശിഷ്ട ഒരുപാട് വ്യക്തികൾ നമ്മൾ ഈ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് അതിലും വലിയ ഉദ്ഘാടനമാണ് നമുക്കിവിടെ സുകുമാരൻ ചേട്ടനാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സമുദ്രയുടെ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് അറിയാവുന്നതാണ്. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീകുമാർ S, റൈസിംഗ് കൊട്ടിയത്തിന്റെ ഭാരവാഹി പുല്ലാങ്കുഴി സന്തോഷ്, ഡോക്ടർ പാർവതി, ഡോക്ടർ പ്രീതി, ഡോക്ടർ ശ്രുതി കൃഷ്ണ, ഡോക്ടർ നയന, അരവിന്ദ് കണ്ണാശുപത്രി ക്യാമ്പ് കോർഡിനേറ്റർ ഹേമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ ഈ പരിപാടി ഇപ്പം 64ാമത്തെ പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ മാസവും അവസാനത്തെ സൺഡേയിലാണ്. പക്ഷേ ഓണമായതുകൊണ്ട് നമ്മൾ ഒരാഴ്ച മുന്നേക്ക് വന്നു. വളരെ താല്പര്യത്തോടു കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്ന് മുമ്പേ സിംഗ് പറഞ്ഞതുപോലെ അല്പം ആൾക്കാർ കുറവാണ്. കാരണം ഓണം പ്രമാണിച്ച് നമ്മൾ അല്പം മുമ്പോട്ടാക്കിയോണ്ട് പലർക്കും ഡേറ്റൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില കുറവുകൾ വന്നിട്ടുണ്ട്. ഈ പരിപാടി വളരെ വിജയകരമായി നടത്തിക്കൊണ്ട് പോകുന്നതിൽ സൗന്ദര്യതീരം നടത്തുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത് മാത്രമല്ല, ഏകദേശം ഒരു 40-ൽ പരം ആളുകൾ വളരെ സന്തോഷപൂർവ്വം ആ മന്ദിരത്തിൽ താമസിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് മറ്റ് വീട്ടിൽ താമസിക്കാനുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള ഒരു 40ഓളം പേരാണ് അവിടെ താമസിക്കുന്നത്. അവരെ സംരക്ഷിക്കുന്നതും ഇദ്ദേഹം തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ആ സന്മനസ്സുകൊണ്ടാണ് ഇത്രയും കുടുംബങ്ങൾ വളരെ സുരക്ഷിതരായിട്ട് വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ആഴ്ചയിൽ ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടിയിലൂടെ നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വിശദമായിട്ട് ഇവിടെ പറയുന്നില്ല. എങ്കിൽ പോലും നിങ്ങൾ കഴിയുന്നവരെല്ലാവരും ആ മന്ദിരം ഇടയ്ക്ക് സന്ദർശിക്കുവാനും അവിടെ നടക്കുന്ന ഓണാഘോഷ പരിപാടികൾ എപ്പോഴെങ്കിലും പങ്കെടുക്കുവാനും അവിടെ താമസിക്കുന്ന അമ്മമാരെയും അച്ഛന്മാരെയും ഇടയ്ക്കൊക്കെ കാണുവാനും സ്നേഹം പങ്കിടാനുമുള്ള അവസരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങൾക്കെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു അവയവമാണ് കണ്ണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗചികിത്സയ്ക്ക് വേണ്ടിയാണ്. എല്ലാവർക്കും നിങ്ങളുടെ കണ്ണിൻ്റെ അസുഖം വളരെ വിജയകരമായി ശസ്ത്രക്രിയയായാലും മാറിക്കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധമായിട്ടുള്ള നന്മയും നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. എൻ്റെ സ്ഥലം കുട്ടിയുമാണ്. റൈസിംഗ് കുട്ടിയം എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ കൂടിയാണ്. കുട്ടിയത്ത് ബിസിനസ്സും ചെയ്യുന്ന വ്യക്തിയാണ്. യാദൃച്ഛികമായിട്ടാണ് എനിക്ക് ഒരു വ്യക്തിയുമായിട്ട് ഇവിടെ വരേണ്ടി വന്നത്. അപ്പോഴാണ് ഇത് കാണുന്നത്. 64ാമത് നേത്ര ചികിത്സാ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ
എല്ലാവരും ഒന്ന് ചിന്തിക്കണം. ഇതൊരു മഹത് വ്യക്തിത്വമാണ്. ഒരു സിംഗിൾ പേഴ്സൺ ഇത്രയും വലിയൊരു സംരംഭം സമൂഹത്തിന് വേണ്ടി കൊണ്ടു നടക്കുകയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ നമുക്ക് എത്ര കണ്ട് പ്രശംസിച്ചാലും മതി വരില്ല. അതേപോലെ ഇപ്പോൾ ഇതിനു മുമ്പേ സംസാരിച്ച വ്യക്തിത്വം പറഞ്ഞ കണക്ക് എല്ലാ പ്രിയപ്പെട്ടവരും ഒരു 50ഓളം അന്തേവാസികൾ നമ്മുടെ സമുദ്രതീരത്ത് ഉണ്ട്. അവരെ മറ്റെവിടെ പോയാലും കാണാൻ കഴിയാത്ത രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബവും സംരക്ഷിക്കുന്നത്. എനിക്ക് ഒരുപാട് പ്രാവശ്യം ഞാനിപ്പോൾ അടുത്ത മാസം 24-ാം തീയതി എൻ്റെ പിതാവിൻ്റെ 3ാമത്തെ ചരമവാർഷികമാണ്. അന്ന് ഞാൻ അവിടെ പരിപാടി നടത്തുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ഈ ക്യാമ്പിന് മാത്രമല്ല വരേണ്ടുള്ളത്, അതേപോലുള്ള ആ സ്ഥലവും കൂടെ സന്ദർശിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. കാരണം സമൂഹത്തിൽ ആരുമില്ലാതാകുമ്പോൾ അവരെ സംരക്ഷിക്കുന്ന മഹത് വ്യക്തിത്വങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടെന്നുള്ളത് നാം ഓരോരുത്തരും ഓർക്കണം. അവിടെയാണ് എനിക്ക് എത്ര പറഞ്ഞാലും സിംഗിനെ പറ്റി ഞാൻ എവിടെ പോകുമ്പോഴും പറയുമ്പോഴും എനിക്ക് എത്ര പറഞ്ഞാലും എനിക്കെന്നും അതിൻ്റെ 1000-ത്തിലോ 1,00,000-ത്തിലോ ഒരു അംശം പോലും ആകുവാൻ സാധിക്കാത്ത വ്യക്തികളാണ്. അന്നേരം അങ്ങനെ ചെയ്യുന്നവരെ എത്ര കണ്ട് പ്രശംസിച്ചാലും മതി വരില്ല. അല്ലേ? ആണോ? അല്ലേ? നമുക്കൊരാളെ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? ഒരാളിന് ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് ചിലപ്പം പലർക്കും പറ്റത്തില്ല. മനസ്സുണ്ടെങ്കിൽ പറ്റും, മനസ്സ് വരുന്നില്ല. സിംഗിന്റെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ്. കാരണം വളരെ ചെറുതിലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടു. മാതാവാണ് സംരക്ഷിച്ചത്. ഒരുപാട് ദുർഘടം പിടിച്ച വഴികളിലൂടെയൊക്കെ ജോലിയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വന്ന എനിക്കുണ്ടായ അനുഭവങ്ങള് മറ്റൊരാൾക്കും ഉണ്ടാകരുത് എന്ന് മനസ്സിൽ തോന്നിയതിൻ്റെ ഫലമായിട്ടാണ് ഈ സമുദ്രതീരമെന്ന ഈ ട്രസ്റ്റ് തന്നെ രൂപീകരിച്ചുകൊണ്ട് നിരവധി പേർക്ക് സംരക്ഷണമാണ് നൽകുന്നത്. അതിനോടൊപ്പം തന്നെ നേത്രം നമ്മുടെ നമുക്കിപ്പം കാഴ്ച പിന്നെ മൈനാട്ട് തന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോന് കാഴ്ചയുണ്ടായിരുന്നു, ഇപ്പം ബ്ലാങ്കായി മാറി, കാണാനേ പറ്റില്ല. നമ്മളെയൊക്കെ അന്നേരം നമുക്കൊക്കെ അങ്ങനെ വന്നാലുള്ളൊരു ചിന്തയൊന്നും നോക്കെ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി പിന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അവിടെയാണ് കണ്ണിൻ്റെ പ്രാധാന്യം. അതിന് സംരക്ഷണം ഒരുക്കുന്ന അരവിന്ദ് ഹോസ്പിറ്റലുമായിട്ട് ഞാനും ഈ കണ്ണുപരമായിട്ടൊന്നും കൂടുതൽ പോകാത്തതുകൊണ്ട് ഈ ഹോസ്പിറ്റലിനെ ഒന്നും പറ്റി എനിക്ക് കൂടുതൽ അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ഈ അടുത്ത സമയത്ത് മധുരൈ അരവിന്ദ് ഹോസ്പിറ്റലിൽ പോയിട്ടും വന്ന് അവിടുത്തെ ആ സംവിധാനങ്ങളൊക്കെ കണ്ടിട്ട് എൻ്റെ അടുക്ക പറഞ്ഞു. അപ്പം ഇന്ന് ഞാൻ വരുന്നെന്നറിഞ്ഞ് പിന്നെ കിടവൂർ SN പബ്ലിക് സ്കൂളിൽ നിന്ന് എന്നെ വിളിച്ചിട്ടും പറഞ്ഞ് അവരുമായിട്ടൊന്ന് സംസാരിക്കണം, നമ്മളെ സ്കൂളിൽ വെച്ചൊരു പരിപാടി നടത്തുവാൻ പറ്റുമോ എന്ന്. അത് ഞാൻ സിംഗിൻ്റെ അടുക്ക ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഇതിനെല്ലാം എത്ര കണ്ടും പ്രശംസിച്ചാലും പറ്റാത്ത ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എല്ലാ നന്മകളും അദ്ദേഹത്തിന് നേർന്നുകൊണ്ട് അതേപോലെ വന്ന എല്ലാവർക്കും അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവരെ കണ്ണിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഡോക്ടർമാർക്ക് പരിഹാരം കാണുവാനുള്ള ഒരു അവസരവും കൂടെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഡോക്ടർ എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനുണ്ട്. ഇതിലിപ്പം സർജറി കഴിഞ്ഞവരും ഉണ്ടാവും, സർജറിക്ക് വേണ്ടി വന്നവരും ഉണ്ടാവും. സർജറിക്ക് വേണ്ടി വന്നവരോടാണ് മുഖ്യമായിട്ടും പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് കണ്ണിൽ എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാ കാഴ്ചക്കുറവും തിമിരം കൊണ്ടല്ല, ഞാൻ എല്ലാ ക്യാമ്പിലും പറയുന്ന കാര്യമാണ്. അപ്പം നമ്മളുടെ അടുത്ത് കണ്ണിൽ കാഴ്ച കുറയാൻ പല റീസൺസും ഉണ്ട്. കണ്ണിൽ പ്രഷർ കൂടിയാൽ, അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ കൂടിയിരിക്കുമ്പം കണ്ണിൽ നമ്മുടെ നരമ്പിലൊക്കെ പ്രശ്നം വരും. അത് കാരണമുള്ള കാഴ്ചക്കുറവും ഉണ്ടാവാം. അപ്പോൾ കാഴ്ചക്കുറവിനെല്ലാത്തിനും തിമിര ശസ്ത്രക്രിയ ചെയ്യണം എന്നുള്ളൊരു മിഥ്യാധാരണയുണ്ട് പേഷ്യൻസിനിടയിൽ.
അപ്പം അത് തെറ്റാണ്. സർജറി വേണ്ടുന്നവരെ മാത്രമാണ് നമ്മൾ സർജറിക്ക് വേണ്ടി പറയുള്ളൂ. ബാക്കിയുള്ളവർ നമ്മൾ പറയുന്ന പോലെ ഡയറക്റ്റായിട്ട് അവിടെ വന്ന് കാണിക്കാൻ പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ വേറെ ഇപ്പം റെറ്റിനൽ പത്തോളജി അല്ലെങ്കിൽ കണ്ണിൽ പ്രഷറുള്ള പേഷ്യൻസിനെ ഇന്ന് നമ്മൾ ഈ തിമിരമുള്ള പേഷ്യൻസിൻ്റെ കൂടെ കൊണ്ടുപോവില്ല. അപ്പം അതാദ്യം മനസ്സിലാക്കണം. പിന്നെ സർജറി പറയുന്നവർ മാക്സിമം അതിന് വില്ലിങ് ആവാൻ ശ്രമിക്കുക. കാരണം സർജറി വേണ്ടുന്നവർക്ക് മാത്രമാണ് നമ്മൾ പറയാറുള്ളൂ. പിന്നെ ഓപ്പറേഷൻ ചെയ്തവരായാലും കറക്റ്റായിട്ട് മരുന്നെല്ലാം ഒഴിച്ച് കറക്റ്റായിട്ട് റിവ്യൂവിന് വരാൻ ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡോക്ടറോട് തുറന്ന് പറയുക. എസ്പെഷ്യലി ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നം, അതുപോലെ തന്നെ മുന്നേ സ്ട്രോക്ക് ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്കോസ്പിരിൻ പോലുള്ള ടാബ്ലറ്റ് എടുക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളത് ചിലപ്പം അത് വലിയ പ്രശ്നമില്ല, കണ്ണിൻ്റെ ഓപ്പറേഷനല്ലേ, ചെറിയ ഓപ്പറേഷനല്ലേ, ആവശ്യമില്ല എന്നൊക്കെ തോന്നും. പക്ഷേ നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് കണ്ണിൻ്റെ ഓപ്പറേഷൻ ആണെങ്കിലും ബ്ലീഡിങ് കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മളത് കണ്ണാശുപത്രിയാണ്, അവിടെ വേറെ ഫിസിഷ്യൻ്റെ അവൈലബിലിറ്റി ഇല്ല. അപ്പോൾ എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എന്തിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും തുറന്ന് പറയാൻ ശ്രമിക്കുക. വേറൊന്നും പറയാനില്ല. എല്ലാവർക്കും നന്ദി. നമ്മുടെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഉള്ള രോഗം ആദ്യം തുറന്ന് പറയണം. ചില ആൾക്കാർ ഇവിടെ ഒന്ന് മറച്ചു വയ്ക്കുന്നു, ഇല്ല നമ്മൾ പറഞ്ഞാൽ കൊണ്ടുപോകത്തില്ലാണ് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആൾക്കാർ ഒഴിച്ചും മറച്ചു വയ്ക്കുന്നത് അത് വേണ്ട. നിങ്ങളുടെ രോഗം ഇപ്പം അല്ല, ജനിച്ചപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ ഉള്ള എല്ലാ രോഗവും, തലവേദന, പണി ഉണ്ടെങ്കിലും എല്ലാ രോഗവും ഇവിടെ തുറന്ന് പറയണം. കഴിക്കുന്ന എല്ലാ കുഴികളും കൊണ്ടുവന്ന് കാണിക്കണം. അതേപോലെ തിമിരത്തിൻ്റെ കൂടെ മറ്റ് കണ്ണിൻ്റെ അസുഖമുള്ള ആൾക്കാർ നമ്മൾ കൊണ്ടുപോകും. തിമിരം അല്ലാതെ കണ്ണിൻ്റെ നരമ്പും കണ്ണിൻ്റെ പ്രഷറും കണ്ണിൻ്റെ കൃഷ്ണമണിയും കുഴപ്പമുള്ള ആൾക്കാർ നമ്മൾ കൊണ്ടുപോകുന്നില്ല. നമ്മൾ അവിടെ 6ാമത്തെ കൗണ്ടറിൽ വന്നിട്ട് ഒരു റെഫറൽ കാർഡ് തരും. ആ കാർഡ് മേടിച്ചിട്ട് നിങ്ങൾ നേരിട്ട് അവിടെ വന്നാൽ മതി. നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് അവസാനത്തെ ഞായറാണ് നമ്മൾ ക്യാമ്പ് നടത്തുന്നത്. ഈ പ്രാവശ്യം നമ്മുടെ ഹോസ്പിറ്റലിൽ അവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന് ഉള്ള ഇതുവരെ ക്യാമ്പ് നടത്തുന്ന എല്ലാ സ്പോൺസറിനും നമ്മൾ വിളിക്കും. സ്പോൺസേഴ്സ് ഡേ എന്ന് പറയും. അങ്ങനെ എല്ലാ സ്പോൺസറിനും നമ്മൾ വിളിച്ചിട്ട് അടുത്ത ആഴ്ച നമ്മൾ അവിടെ ഒരു ഫംഗ്ഷൻ വേണ്ടിയാണ് ഈ പ്രാവശ്യം നമ്മൾ മാറ്റി വെച്ചു. ഇനി എല്ലാ മാസവും അവസാനത്തെ ഞായർ തന്നെ ഇവിടെ ക്യാമ്പ് ഉണ്ടാവും. പിന്നെ അതേപോലെ രോഗികളോടൊപ്പം വരുന്ന അറ്റൻഡർമാർ, വൈസ് അറ്റൻഡർമാർ നമ്മൾ സെലക്ട് ചെയ്യും. നമ്മൾ സെലക്ട് ചെയ്യുന്ന അറ്റൻഡർമാർ, വൈസ് അറ്റൻഡർ മാത്രമേ നമ്മൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതല്ലാതെ നിങ്ങളായിട്ട് നേരിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വന്ന് താമസിക്കാനുള്ള പാസ് തരത്തില്ല, പുറത്ത് താമസിക്കേണ്ടി വരും. ആ സമയത്ത് പാസ്സുള്ള ആൾക്കാർ ഏത് കാരണവശാലും പുറത്ത് പോകാൻ അനുമതിയില്ല. രോഗി ആയിക്കോട്ടെ അല്ലെങ്കിൽ വരുന്ന അറ്റൻഡർ ആയിക്കോട്ടെ, യാരും ഹോസ്പിറ്റലിൽ പുറത്ത് പോകാൻ അനുവാദമില്ല. ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും മാക്സിമം എല്ലാം അറിയാൻ തോന്നും. ഒരു മാസം നമ്മൾ ഈ പ്രാവശ്യം ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോയിട്ട് അടുത്ത മാസം റിവ്യൂവിന് എല്ലാവരും ഇവിടെ തന്നെ വരണം. റിവ്യൂ സമയത്ത് യാരും വരാൻ പറ്റാതെ പോകണമെങ്കിൽ നേരിട്ട് ആശുപത്രി വന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം നിങ്ങളായിട്ട് ഒരു മാസമായി നമ്മളെല്ലാം ഓക്കെയാണ്, കാഴ്ച കിട്ടി, പണ്ടത്തെ പോലെ ഉള്ള കാഴ്ചയല്ല, ഇപ്പോൾ എല്ലാം ഓക്കെയാണ് പറഞ്ഞിട്ട് നിങ്ങളായിട്ട് കുളിക്കാനോ ഇതൊന്നും ചെയ്യാൻ പാടില്ല. അത് ഡോക്ടറുടെ അനുവാദം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇതേപോലെ നമുക്ക് ഇപ്പോൾ സാർ പറഞ്ഞത് 9th ഇയർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി കൂടുതലായിട്ട് ഇനി എല്ലാ ക്യാമ്പും നമുക്ക് നല്ലപോലെ വിട്ടുകരമായിട്ട് നമുക്ക് ചെയ്യണം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8 വർഷമായി എല്ലാ മാസവും അവസാന ഞായറാഴ്ച സൗജന്യ നേത്രചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും നടത്തി വരുന്നുണ്ട്. ആകെ 650 പേർ പരിശോധന നടത്തിയ ക്യാമ്പിൽ നിന്നും 200 പേരെ തിമിര ശസ്ത്രക്രിയയ്ക്കായി തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിലേക്ക് കൊണ്ടുപോയി.